ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പല കുട്ടികളും എന്താണ് ബുദ്ധിമുട്ടിലായിട്ട് മുന്നോട്ട് ഒരു തരത്തിലും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐസോമെറിസം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരുന്നു, ഈ ഒരൊറ്റ വീഡിയോസിൽ മുഴുവൻ ഐസോമെറിസത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾ ഐസോമെറിസം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും ഒന്ന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസിലേക്ക് പോവാം. ഐസോമെറിസം എന്ന ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത് ഒരേ ഒരു കീവേഡാണ്, ദാറ്റ് ഈസ് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. മോളിക്കുലാർ ഫോർമുല, ഇതിനെയാണ് നമ്മൾ തന്മാത്ര വാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സാറേ? അപ്പോ ഐസോമെറിസം എന്ന ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ഈ ഒരു സാധനമാണ് മോളിക്കുലാർ ഫോർമുല എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറുന്നു. അവിടെ ഒരു പെയർ തന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ പെയർ, ഇത് രണ്ടാമത്തെ പെയർ. മക്കളെ നോക്കണം, ഇത് ഏത് ഐസോമർ ആണ് എന്ന് ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ഇത് ഏത് ഐസോമർ ആണ്? ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നും തന്നെ ഞാൻ പേരുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഏത് ഐസോമർ ആണെന്ന് കണ്ടുപിടിക്കാനാണ്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാവാക്യം ഒന്നാണ് നോക്കൂ മക്കളെ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ ഉണ്ട് സാറേ. എത്ര ഹൈഡ്രജൻ ഉണ്ട് സാറേ? 3 2 5 5 2 7 7 3 10 സാറേ. ഓക്കെ, ഇതേ C4H തന്നെയാണോ അടിയിലുള്ള ഈ ഒരു കോമ്പൗണ്ട്സിനുള്ളത് നോക്കൂ. 1 2 3 4 ശരി, 3 4 7 10 അല്ലെ. അപ്പൊ രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാവാക്യം C4H10 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് ഐസോമർ ആണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കാമല്ലോ സാറേ, ഇത് രണ്ടും വ്യത്യസ്തമാണെങ്കിലോ? എടാ മക്കളെ, ഐസോമർ അല്ലടാ, പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്രാവാക്യം സെയിം ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ പാഠം. ഓക്കെ, അത് ഏത് ഐസോമർ ആയിക്കോട്ടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട സാധനം മോളിക്കുലാർ ഫോർമുല കറക്റ്റ് ആണോ നോക്കുക. റെഡി? അപ്പോ ഇനി അടുത്തത് ഇത് ഏത് ഐസോമർ ആണെന്നുള്ളതാണ്. നോക്കൂ മക്കളെ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കാർബൺ ഇവിടെ തുടങ്ങിയത് ഇങ്ങനെ നേരെ പോകുന്ന ഒരു ഘടനയാണ് ഇതിന്, അല്ലെ. CH3 CH2 CH2 CH3 നേരെ പോകുന്നു. എന്നാൽ അടിയിലുള്ള ഈ ഒരു കാര്യം എങ്ങനെയാണ് പോകുന്നത്? നേരെയല്ല പോകുന്നത്, പകരം അടിയിലേക്ക് ഒരു ബ്രാഞ്ച് കൂടി ഉണ്ട്, അല്ലെ. അപ്പൊ വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഘടന വരികയാണെങ്കിൽ ഉറപ്പിച്ചോ അത് ഏത് ഐസോമർ ആണ്? ചെയിൻ ഐസോമർ ആണ്. ഓക്കെ, അപ്പോ എന്താണ് സാറേ ചെയിൻ ഐസോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ തന്മാത്രാവാക്യം ഒരേ മോളിക്കുലാർ ഫോർമുല അല്ലേ? ശരി, അതേപോലെ തന്നെ വ്യത്യസ്തമായ ചെയിന്, ഇതിന്റെ ചെയിൻ ഇങ്ങനെ നേരെ പോകുന്നു, ഇതിന്റെ ചെയിന് ഇങ്ങനെ പോകുന്നു, രണ്ടും വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ, ചെയിൻ ഐസോമെറിസം. പഠിച്ചല്ലോടാ മക്കളെ, ചെയിൻ ഐസോമെറിസം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. സെറ്റാണോ മക്കളെ? സെറ്റാണോ? ചെയിൻ ഐസോമെറിസം. ഉറപ്പിച്ചോ? നമ്മൾ ഉറപ്പ് പറയുന്ന ചാപ്റ്റർ 1 ഒരു ചോദ്യമാണ് ചെയിൻ ഐസോമെറിസം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് തിരിച്ചറിയാന്ന് മനസ്സിലായി. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം, ഒരേ തന്മാത്രാവാക്യം ആയിരിക്കണം, പക്ഷെ വ്യത്യസ്തമായ ചെയിൻ ഘടന. ഒന്ന് നേരെ പോകുന്നു, ഒന്നിതാ ഇങ്ങനെ ബ്രാഞ്ച് ആയി വരുന്നു, രണ്ടും വ്യത്യസ്തമാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾസിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിച്ചോടാ മക്കളെ, ആദ്യം തന്നെ ഇത് ഏത് ഐസോമർ ആണെന്ന് നമ്മളോട് ചോദിച്ചോ. ഫസ്റ്റ് ചെക്കിംഗ് എന്നായിരുന്നു മക്കളെ, ഫസ്റ്റ് ചെക്കിംഗ്. ആദ്യം തന്നെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഒക്കെ എണ്ണം സെയിം ആണ് നോക്കുക. 1 2 3 ഇതിന്റെ അകത്ത് 3 കാർബൺ ഉണ്ട്. 3 2 5 5 2 7 7 1 8 ശരിയല്ലേ? ഒരു ഓക്സിജൻ അതും എഴുതിച്ച് ആദ്യം കാർബണിനെ കാണുക, അതിനുശേഷം ഹൈഡ്രജനെ കാണുക, അതിനുശേഷം ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതുക. ഓക്കെ, ഇത് തന്നെയാണോ അടിഭാഗത്തുള്ളത് നോക്കൂ. 1 2 3 ശരി, കാർബൺ 3 3 1 4 4 3 7 7 1 8 ശരി, ഒരു O. അപ്പൊ രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ഐസോമർ ആണ്. ഇനി ഏത് ഐസോമർ ആണെന്നുള്ളതാണ്. നോക്കൂ മക്കളെ, ഇവിടെയാണ് OH കിടക്കുന്നത്, ആ OH ഇവിടെയാണ് കിടക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷനിൽ കിടന്ന OH രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി. ഇവിടെ കിടന്ന OH പതുക്കെ പതുക്കെ വന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി നിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം മാറി എന്നർത്ഥം. ഒറ്റ നോട്ടത്തിൽ കണ്ട മക്കൾ മനസ്സിലാവും. നോക്കണം മക്കളെ, OH കിടക്കുന്ന സ്ഥലം ഇവിടെ അതേ സ്ഥലത്താണോ ഇവിടെ OH കിടക്കുന്നത്? അല്ല, അത് കുറച്ചും കൂടി മാറി വേറൊരു സ്ഥലത്തേക്കായല്ലോ, വേറൊരു പൊസിഷനിലേക്കായല്ലോ, അത് മതി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. എന്തെളുപ്പം പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. പൊസിഷൻ മാത്രം മാറുക, സ്ഥാനം മാത്രം മാറുന്നതിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? സ്ഥാനം മാത്രം മാറുക. ഇവിടെ ആരുടെ സ്ഥാനം മാറിയത്? OHന്റെ സ്ഥാനം ഒന്ന് മാറി. റെഡി? ഇതേ പൊസിഷൻ ഐസോമറിൽ വരുന്ന അടുത്ത ഒരു ടൈപ്പാണ് നോക്കൂ മക്കളെ, നോക്കൂ. ഇത് ഏത് ഐസോമർ ആണെന്ന് നോക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം നോക്കുക. 1, 2, 3, 4. എന്തിനും ആദ്യം ചെയ്യുന്ന ഡ്യൂട്ടി കാർബണിന്റെയും ഹൈഡ്രജന്റെയും എന്താണ്? എണ്ണുക എന്നുള്ളതാണ്. റെഡിയാണല്ലോ മക്കളെ? യെസ്. കാർബൺ 4, 3, 2, 5, 5, 1, 6. ഹൈഡ്രജൻ 6 എണ്ണം ഉണ്ടാകും. ശരിയല്ലേ? ഇവിടെ നോക്കൂ, 1, 2, 3, 4. റെഡി? 3, 3, 6. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, തന്മാത്രാവാക്യം സെയിം ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഹാവു ഐസോമർ ആണെന്ന് മനസ്സിലായി. ഇനി ഏത് ഐസോമർ ആണെന്ന് നോക്കാൻ എന്ത് ചെയ്യാ? അവിടെ കിടക്കുന്ന ട്രിപ്പിൾ ബോണ്ട് കണ്ടോ നിങ്ങൾ? അവിടെ കിടക്കുന്ന ട്രിപ്പിൾ ബോണ്ട് കണ്ടോ? ഇവിടെ കിടക്കുന്ന ട്രിപ്പിൾ ബോണ്ട് കണ്ടോ? ഈ രണ്ട് കാർബണുകൾക്കിടയിൽ കിടക്കുന്ന ട്രിപ്പിൾ ബോണ്ട് കിടക്കുന്നത് പിന്നെ അടുത്ത ഈലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ട്രിപ്പിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടി, അല്ലെ? പൊസിഷൻ മാറി, സ്ഥാനം മാറി. ആരുടേത് മാറി? ഈ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനത്തിന്റെ സ്ഥാനം മാറി. അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ് സാറേ? ഇതും പൊസിഷൻ ഐസോമറിസം ആണ്, അല്ലെ? ജസ്റ്റ് സ്ഥാനം മാറുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരൊക്കെ സ്ഥാനം സാറേ മാറുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയാൽ പൊസിഷൻ ആണ്. അതേപോലെ തന്നെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ദ്വിബന്ധനോ ത്രിബന്ധനത്തിന്റെയോ സ്ഥാനം മാറിയാലും പൊസിഷൻ ആണ്. ക്ലിയർ ആണല്ലോടാ മക്കളെ? ക്ലിയർ ആണല്ലോ? യെസ് മക്കളെ, അപ്പൊ അടുത്ത ഏരിയയിലേക്ക്, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നു, അടുത്ത ടൈപ്പിലേക്ക് നമ്മൾ പോകുന്നു. നോക്കടാ മക്കളെ, ആദ്യം തന്നെ ഇത് ഏത് ഐസോമർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എങ്ങനെ ചെക്ക് ചെയ്യുന്നു? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഐസോമർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒറ്റ കാര്യം നിങ്ങൾ നോക്കേണ്ടതുള്ളൂ, അതിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രവാക്യം സെയിം ആണോ നോക്കുക. ബാക്കിയുള്ളത് അടുത്ത സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, 1, 2, 3, 4. കാർബൺ 4 ഉണ്ട് സാറേ. 3, 2, 5, 5, 2, 7, 7, 3, 10. ഓക്കെ, ഒരു ഓയും ഉണ്ട്. ആദ്യം കാർബണിന്റെ എണ്ണം എഴുതുക, അതിനുശേഷം ഹൈഡ്രജൻ എണ്ണം എഴുതുക, അതിനുശേഷം ഓക്സിജന്റെ എണ്ണം എഴുതുക. ഇങ്ങനെയാണ് റൂട്ടിൽ പോകേണ്ടത് കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ 1, 2, 3, 4. കാർബൺ 4 ഉണ്ട്. 3, 2, 5, 5, 2, 7, 7, 2, 9, 9, 10. റെഡി? ഒരു O. റെഡി? അപ്പൊ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രവാക്യം സെയിം ആണ്. ഇനി അടുത്ത ശ്രദ്ധിച്ചോടാ, ഇവിടെ കിടക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് O ആണ് സാറേ, അടിയിൽ കിടക്കുന്നത് OH ആണ് സാറേ. അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന്റെ പേരാണ് ഫങ്ഷണൽ ഐസോമറിസം. അതെന്ത് വർത്താനാ സാറേ? ഇതെങ്ങനെയാ സാറേ ഫങ്ഷണൽ ഐസോമർ ആവുന്നത്? ഒറ്റ കാര്യം എന്റെ പൊന്നുമക്കൾ ശ്രദ്ധിച്ചാൽ മതി, ഒറ്റ വാക്യം മക്കൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് മുകളിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് O വന്നാൽ അടിയിൽ OH വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കോഡ് പഠിക്കുന്നു, കൊച്ചോ ഊജ്. ഇതാണ് നമ്മുടെ കോഡ് കേട്ടോ, കൊച്ചോ ഊജ്. എന്താണ് ഈ സാധനം? അതായത് മുകളിൽ CO വന്നാൽ അല്ലെങ്കിൽ മുകളിൽ O വന്നാൽ അടിഭാഗത്ത് OH ആയിരിക്കും കേട്ടോ. മുകളിൽ O വന്നപ്പോൾ അടിയിൽ OH വന്നു. അപ്പൊ ഇതോ സാറേ, മുകളിൽ CO വന്നാൽ അടിയിൽ CHO ആയിരിക്കും. ഞാൻ തിരിച്ചും വരും കേട്ടോ. CO വന്നാൽ CHO, CHO വന്നാൽ CO. ഇനി O വന്നാൽ OH, OH വന്നാൽ O. ഇതാണ് കൊച്ചോ ഊജ്. നോക്കടാ, അടുത്തൊരു ടൈപ്പ് നോക്കൂ. ഇത് ഏത് ഐസോമർ ആണെന്ന് ഒരൊറ്റ വാക്ക് തന്നെ പറയാൻ പറ്റും. കാരണം ഇവിടെ CO വന്നു, അടിയിൽ ചോ വന്നു. നമ്മുടെ കൊച്ചോ അല്ലെ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും. ഇത് മറന്നു പോരുത്. മുകളിൽ O വന്നാൽ OH, ഖോ വന്നാൽ ചോ അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. 1, 2, 3, 4, 5. കാർബൺ 5 എണ്ണം ഉണ്ട് സാറേ. 3, 2, 5, 5, 2, 7, 7, 3, 10. ഹൈഡ്രജൻ 10 ഉണ്ട് സാറേ, ഒരു ഓക്സിജനും അല്ലെ? ഇതേപോലെ തന്നെയാണ് അടിയിലും. 1, 2, 3, 4, 5. റെഡി? 3, 2, 5, 5, 2, 7, 7, 2, 9, 9, 1, 10. ഒരു O. ഓക്കെ, ഇനി നോക്കേണ്ടത്, അപ്പൊ ഐസോമർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓല നോക്കുക. അവിടെ CO വന്നു, അടിയിൽ ചോ വന്നു, അല്ലെ? ഫങ്ഷണൽ ഐസോമർ. ഒന്ന് നോക്കണ്ട, ചാമിക്കോ, ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും. വേറെ ഒന്നും
വലുതായിട്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊക്കെ നിങ്ങൾ ചിന്തിക്കാനുള്ള സമയമുണ്ട്. ഇത് ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും. പ്രത്യേകം മനസ്സിലാക്കുക, മുകളിൽ ഓയും അടിയിൽ OH വന്നാലും ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും. നമ്മുടെ കോഡ് മറക്കരുത്, കൊച്ചോ ഊച്ച്, കൊച്ചോ ഊച്ച്. റെഡിയാണല്ലോ? ഇനി അങ്ങനെ നമ്മൾ തിരിച്ചു വരിക. അങ്ങനെ നമ്മൾ അവസാനത്തെ ഐസോമറിലേക്ക് എത്തുകയാണ്. സാർ ഇത് ഐസോമർ ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. പറയൂ മക്കളെ, എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ 4 ഉണ്ട് സാറേ. ഹൈഡ്രജൻ 3 2 5 5 2 7 7 3 10 അല്ലെ? ഒരു ഓക്സിജൻ. അടിയിലുള്ള നോക്കൂ, 1 2 3 4 കാർബൺ 4 എണ്ണം. ഇനി 3 2 5 5 2 7 7 3 10 ഹൈഡ്രജൻ 10 ഒരു O. ഇനി മക്കൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുകളിൽ O ആണെങ്കിൽ അടിയിലും O അല്ലെ? നേരത്തെ പഠിച്ചത് ഇങ്ങനെയല്ല. മുകളിൽ O ആണെങ്കിൽ അടിയിൽ OH വരണം അല്ലെ? മുകളിൽ CO ആണെങ്കിൽ അടി CHO വരണം. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ മുകളിലും O അടിയിലും O. പക്ഷെ ഇവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെയുള്ള O അല്ലെ, ഇവിടെയുള്ള O എന്ത് ചെയ്തു? ചാടി ഇപ്പുറത്തേക്ക് പോയി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, O കണ്ടാൽ, രണ്ടിലും O കണ്ടാൽ, രണ്ടിലും എന്താണ് നമ്മുടെ ഈതർ അൽക്കോക്സി കണ്ടാൽ ഉറപ്പിച്ചോ അത് മെറ്റാമെറിസം ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? അതെന്തായിരിക്കും? മെറ്റാമെറിസം ആയിരിക്കും. ഓക്കെ, രണ്ടിലും O കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? മെറ്റാമെറിസം. അതിന്റെ സ്ഥാനം ചെറുതായിട്ടൊന്ന് മാറുക. ഓക്കെ, ഇനി ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ ഓയുടെ ഇപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്? 1. ഓയുടെ അപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. ഇനി ഇവിടെ ഓയുടെ ഇപ്പുറത്ത് 2 എണ്ണം, ഓയുടെ അപ്പുറത്ത് 2 എണ്ണം അല്ലെ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ 2 ഓയും എടുത്തു കഴിഞ്ഞാൽ ഇടത്ത് സൈഡിൽ ഇവിടെ 1 ഇവിടെ 2. ശരിയല്ലേ? റാഡിക്കൽസുകളുടെ എണ്ണം ഇവിടെ 1 ഇവിടെ 2. അപ്പുറത്തെ സൈഡിലോ ഇവിടെ 3 ഇവിടെ 2. എല്ലാത്തിന്റെയും എണ്ണത്തിൽ വ്യത്യാസം വരികയാണെങ്കിൽ റാഡിക്കൽസുകളുടെ, ആൽക്കൈൽ റാഡിക്കൽസുകളുടെ എണ്ണത്തിൽ ഇടത്ത് സൈഡും വലത്ത് സൈഡും വ്യത്യാസം വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റയടിക്ക് നമ്മൾ ചെയിൻ ഐസോമറിസവും പൊസിഷൻ ഐസോമറിസവും ഫങ്ഷണൽ ഐസോമറിസവും അതേപോലെ തന്നെ മെറ്റാമെറിസവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു പുഞ്ചിരി നിങ്ങളെ മുഖത്ത് കാണാനുണ്ട്. ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട്, വളരെ ട്രിക്കി ആയിട്ട്, ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എജുബോർഡിന്റെ പുതിയ ബാച്ച് വരുന്നത്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ നമ്പർ അടിയിലൂടെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ ഒന്ന് നോക്കുക. വേഗം തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടുത്ത ഡിസംബറിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മുഴുവൻ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് നമ്മൾ പഠിച്ച് SSLCക്ക് ഫുൾ മാർക്ക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക്, ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ മറക്കരുത്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരന്മാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച കൃത്യസമയത്ത് തന്നെ ലൈവിൽ എത്തിച്ചേരുക. അവിടെ വെച്ച് കാണാം. Goodbye.